എനിക്ക് പി സി കിട്ടിയപ്പോ തന്നെ ഇവിടെ വീട്ടിലെത്തിയപ്പോ തന്നെ 11:30 ആടാ. ഞാൻ കളി കാണാൻ പോയിട്ട് തിരിച്ചു വന്നത് തന്നെ ആ സമയം എപ്പോഴാണ് അവർ പി സി കൊണ്ടുവന്നത്. ഞാൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് പടവടെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നതാ. FPS എനിക്ക് കിട്ടണം. വാടാ 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 തല്ലുകൊള്ളി തല്ലുകൊള്ളി ലീഡർ വേണമെന്ന് പറയണ ജിപ്സിയും പാണ്ടിലോറിയൊക്കെ അടിച്ചു കൊടുത്താ. അയ്യോ തിരിയൊന്ന തല്ലുകൊള്ളികളെ. ഹലോ 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 പറഞ്ഞോ പറഞ്ഞോ. ലീഡർ കോലീഡർ ഇല്ലേ ബ്രോ? ലീഡർ കോലീഡർ ആരുമില്ലേ ബ്രോ? ലീഡർ ഇല്ലേ ബ്രോ? കോലീഡർ പേരെന്താ? ജിപ്സി 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 ജിപ്സി. ആ ഓക്കേ. ലീഡർ ഇല്ല, സിറ്റിയിലെ ലീഡർ ഇല്ല. പേരെന്താ കേട്ടില്ല? ചിപ്സോ? ജിപ്സി 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 ലീഡർ തല്ലുകൊണ്ട് അവനെ അവിടെ പുഴുത്ത് കിടക്കുന്നുണ്ട്. എണ്ണിട്ടില്ല ഇതുവരെ. ആശുപത്രിയിലാ ബ്രോ? ഹോസ്പിറ്റലിലാണോ? ലീഡറെ നോക്കിയില്ലേ? കൊള്ളാലോ, നല്ല നല്ല മെമ്പേഴ്സ് ആണല്ലോ. ലീഡറെ നോക്കിയില്ലല്ലേ? കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. ആ പറ 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 തല്ലുള്ളികൾ പറ. ബ്രോ ലീഡറിന് എന്ത് പറ്റി? എവിടെ ലീഡർ? പുള്ളിനോട് സംസാരിച്ചാ കൊള്ളാന്നുണ്ട്. അതുകൊണ്ട് അല്ല ചോദിച്ചാ ബ്രോ എന്താ ബ്രോ? തല്ലാ മാത്രമേ തല്ലുകൊള്ളാൻ മാത്രമേ ലീഡർ വരുത്തുള്ളൂ, സംസാരിക്കാൻ വരില്ല. അല്ല ലീഡർ ഇപ്പോഴും ആ മലയെ കിടക്കുവാണ്, സംശയം കൊണ്ട് ചോദിച്ചാ. അല്ല നമ്മുടെ ബ്രോ ഇവിടെ നമ്മള് തീരുമാനിച്ചോളാം, നീ അവിടെ സംസാരിക്കാണ്ടി. അറിയാലോടാ, പിന്നെന്തിനാണ് മെസ്സ് അടിക്കണേ? 15 വട്ടം കിട്ടിയില്ലേ നിനക്കൊക്കെ? എടാ നീ ഇപ്പോഴും അടി മേടിച്ചാണ് ഇരിക്കണ, മനസ്സിലാടാ സ്വണ്ണാമണിയാ. കഴിവില്ലാത്തവനെ എങ്ങനെയാണ് NBC ഇങ്ങനെ മെസ്സ് അടിക്കാൻ പറ്റണേ? ബ്രോ പല്ലി വെക്കണേ. ബ്രോ ഇങ്ങനെ ഇവിടുന്ന് ബ്രോ ഇങ്ങനെ മാർക്സ് അടിക്കണേ ബ്രോ, നിങ്ങളുടെ ആവശ്യമാണ്. എടാ നീയല്ലേടാ മലേന്റെ സൈഡിൽ ചത്തിടുന്നത്? എടാ നീയല്ല മലേന്റെ സൈഡിൽ, നീ വലത്തെ സൈഡിലാണ് ഇടത്തെ സൈഡിലാണ് നീ ചത്തിടുന്ന? എവിടെ ചത്തിടുന്നേ നീ? എടാ നീ വെച്ചൊരു ബുള്ളറ്റ് പോലും നമ്മുടെ മേത്തോണ്ടില്ലല്ലോ. എടാ ബ്രോ അടി കൊണ്ടാ നിങ്ങളാണേ ബ്രോ, അതാദ്യം മനസ്സിലാക്കി ബ്രോ. ബ്രോ അല്ല ബ്രോ നിങ്ങളുടെ ആവശ്യമാണ്, മനസ്സിലായോ? നിങ്ങളുടെ ആവശ്യമാണ് അവന്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറ. അല്ല ബ്രോ ഒരു മിനിറ്റ് ബ്രോ, ഒരു കാര്യം ചോദിച്ചോട്ടാ, ഒരു സംശയം കൊണ്ടാ ബ്രോ. എന്ന് വെച്ചാ ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റേജ് എടുത്തു, ഓക്കെ, ഇത് കഴിഞ്ഞിപ്പോ നമ്മള് നിങ്ങളടിച്ചോ അതോ നിങ്ങൾ നമ്മളടിച്ചോ? അതാ ചോദിച്ചേ. ഈ പുള്ളിക്കാരന്റെ കൊണ കേട്ടിട്ട് നമ്മളെ അടിച്ച പോലെയല്ലേ നിങ്ങളുടെ സംസാരം? ആ പുള്ളിക്കാരെ നമ്മൾ അടിച്ച പോലെ എന്താ ബ്രോ? ബ്രോക്ക് വല്ല വിഷമമുണ്ടോ? നല്ല രീതിക്ക് ഇത്രയും മാന്യത നീ ഈ വാർ വരുന്നതിന് മുമ്പ് നിനക്ക് ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ ബ്രോ? ഈ മാന്യത ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടും നമ്മൾ അതേപോലെ അങ്ങോട്ട് കൊടുക്കും. കൊടുത്ത് നീ അങ്ങോട്ട് കൊടുത്ത മനസ്സിലായില്ലേ? നീ എന്ത് കൊടുത്ത്? എന്ത് നിന്റെ ബോഡി കൊടുത്തോ? നിന്റെ ബോഡിയോ? എടാ നിന്റെ ബോഡി കൊടുക്കണ നിർത്തടാ നീ. അടി കൊണ്ടാ നീ അടി കൊണ്ടാടാ നീ കൊണ്ണേ, നീ അടി കൊണ്ടാ. ആ നിനക്ക് കൊടുത്തടാ, നിനക്ക് തന്ന് നീ അത് മനസ്സിലാക്കടാ. നീ തൊലിച്ച് നീ എന്നെ തൊലിച്ച്. എടാ നീ തൊലിച്ച് എടാ തൊലിച്ചടാ നീ എന്നെ അങ്ങോട്ട്. ഹലോ ബ്രോ ഫസ്റ്റ് തൊട്ട് എല്ലാം പറയണം ബ്രോ, എല്ലാം പറയണം. ബ്രോ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കൂട്ടത്തിൽ സേവിയർ എന്നൊരു മെമ്പർ ഉണ്ടായിരുന്നു. ആളൊന്ന് ഓഷൻ ഹൈവേ നിങ്ങൾ തിരിച്ചു വരെയായിരുന്നു. അപ്പൊ ഇങ്ങോട്ടായിരുന്നു ഡ്രസ് ഷോപ്പിൽ
ഡ്രസ് ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു ബ്രോ. വലത്തെ സൈഡിലായിരുന്നു ഇടത്തെ ആ സൈഡിലായിരുന്നു ഇടത്തെ സൈഡിൽ നിന്ന് ഓട്ടിച്ചു വരുമായിരുന്നു ബ്രോ. ആ, ബ്രോ. അപ്പം നിങ്ങളെ ഗ്യാങ് മെമ്പർ ഒരാൾ വന്നു. ഗ്യാങ് വണ്ടിയിലായിരുന്നു നോർമൽ വണ്ടിയായിരുന്നു ഗ്യാങ് വണ്ടി സേവിയർ ഗ്യാങ് ഡ്രസ്സിലായിരുന്നു ബ്രോ ബ്രോ. സേവർ ഗ്യാങ് ഡ്രസ്സിലായിരുന്നു ബ്രോ. സേവർ എല്ലാം ഉണ്ടായിരുന്നു ബ്രോ. ഗ്യാങ് ഡ്രസ്സിലായിരുന്നു. മാസ്ക് നമുക്കറിയണം ബ്രോ നമുക്കറിയണം ആ ചോദിച്ചോ സേവിയറിന് മാസ്ക് ഉണ്ടായോ ബ്രോ മാസ്ക് ഉണ്ടായോ അയ്യോ സേവിയർ മാത്രമേ ഉള്ളായിരുന്നു ഒരു വണ്ടിയിൽ. സേവിയർ എങ്ങോട്ട് പോയിരുന്നു ചുമ്മാ സിറ്റുവേഷൻ നടന്നോട്ടെ ബ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് വേണം. അല്ല ബ്രോ നമ്മൾ അറിയണം ബ്രോ സിറ്റുവേഷൻ ഫുൾ ആയിട്ട് അറിയണ്ടേ ബ്രോ നമ്മ ഇങ്ങനെയാണ് എല്ലാരും പറയല്ലേ ബ്രോ. അപ്പം നിങ്ങളെ എന്താടാ ഒന്ന് പറഞ്ഞടാ എന്താടാ അല്ലടാ ആനപ്പിണ്ണ മാരി നിന്റെ വായിൽ വെച്ചേരാ പോടാ വല്ല ഷോണ്ണേ ഇന്ന് ഞങ്ങളെ പതിവില്ലാതെ ഞങ്ങളുടെ ഗ്യാങ് ഹൗസിൽ നിന്ന് ആന ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു ഇത് നമ്മൾ കണ്ടായിരുന്നു ചില സ്നൈപ്പുകളൊക്കെ എടാ ഉക്കറിനെ കാണാനുണ്ടായില്ലല്ലോടാ വാറിനെ എടാ ഉക്കറിനെ വാറി കാണാനില്ലല്ലോ ഉക്കറിനെ അറിയട്ടെ നിനക്ക് ഇപ്പൊ അറിയണ്ടേ നിനക്ക് ഉക്കറൊക്കെ കാണാനില്ലല്ലോ ഉക്കറൊക്കെ നിനക്ക് അതല്ലേ പറയണ. ഡിൽഡോനോട് പറയണ ഡിൽഡോനോട് പറ പറയല്ലേ അപ്പൊ നിങ്ങളെ ഏതൊരു മൊണ്ണ വന്നിട്ട് വണ്ടിയിൽ മൊണ്ണ നീ കറക്റ്റ് പറയണം ഇല്ലാണ്ട് നീ ഒരു വാറ് പരുന്ത് മണ്ണ ബ്രോ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞാൽ പറയാൻ പറ്റും. വേണേ കേട്ടാ മതി. അവര് റേഞ്ച് വെയിറ്റ് വീടുവാണ് അണ്ണാ അവര് സിറ്റുവേഷൻ പറയട്ടെ പറഞ്ഞു ആ ബ്രോ സേവിയർ വണ്ടി പോണ് സേവിയർ വണ്ടി പോണ് ബ്രോ ബാക്കി പറഞ്ഞു സേവിയർ വണ്ടി പോണ് ബ്രോ. അപ്പൊ ഒരാള് വന്ന് ഇങ്ങോട്ട് പിറ്റ് ചെയ്തിട്ട് അവന് സോറി ആരാ ബ്രോ പിറ്റ് ചെയ്തേ അതറിഞ്ഞോടെ ബ്രോ. എനിക്കറിഞ്ഞോടെ എങ്ങനെ ബ്രോ വന്നേ അവൻ കാർ ഓടിച്ചു അറിയുന്നവരാണ് നമ്മളെ ഉള്ള മാതിരി. പിന്നെ സിറ്റുവേഷൻ അറിയാവുന്ന ആളെ വിളിച്ചോണ്ടോ ബ്രോ എനിക്ക് അറിഞ്ഞോടാ നിങ്ങളെ കൂടെ ഉള്ള പേര് നമ്മളെങ്ങനെ അറിയാടാ. സേവിയറിനെ വിളിച്ചോണ്ടോ ബ്രോ സേവിയറിനെ വിളിച്ചോണ്ടോ സേവിയറിനെ അറിയാൻ വണ്ടിയില്ലാത്തിരിക്കുന്ന പേര് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും. മറ്റേ മീറ്റിംഗിൽ വരാൻ പോലും ധൈര്യമില്ലാത്ത ലീഡറുള്ള ഗ്യാങ്ങിലെ മെമ്പർ കണ്ടി എന്തിനാ വട്ടൊക്കെ കാണിക്കണം ഇവിടെ കിടന്ന്. അണ്ണാ കുറച്ചേരം കൂടി എന്നെ ഇന്നമാര് റേജ് വെയിറ്റിൽ വീണ്ടും വീഴുവണ്ണ നമുക്ക് കുറച്ചേരം കൂടി കണ്ണമാര് ഫ്ലിക്കറാ വീണ്ടും ഓ വായിട്ട് വെള്ളം അടിച്ച് തരും നിനക്ക് ഇപ്പൊ. എന്താടാ എടാ നിങ്ങളാണ് നമ്മളെ തല്ലിയത് ഇത് എന്താ ആ എങ്കിൽ ഇതിപ്പോ അണ്ണ അവര് നിനക്കൊണ്ടായിനത് ബ്രോ വെയിറ്റ് ബ്രോ ലീഡർ വന്നിട്ട് സംസാരിക്കും ഓ അതിന് ആ നിങ്ങളുടെ ലീഡർ തന്നെയല്ലേ വരുമെന്ന് നീ അതീ കിടന്ന് ആടറാ പിടിച്ചാടാ. ബ്രോ ആനേന്റെ അഞ്ചാമത്തെ കാലി പിടിച്ചല്ലേ ആടനെ നീ മറ്റേ കൊട്ടാരത്തിൽ പിടിച്ചല്ലേ ആടറാ. കിട്ടിയല്ലേ ഞാൻ ബ്രോ ഞാൻ ആദ്യമേ മര്യാദയ്ക്ക് വന്ന് സംസാരിക്കാൻ അപ്പൊ നിങ്ങളാണ് എന്ത് മര്യാദ കൈവപ്പില്ലല്ലോ മര്യാദ വലിയ മര്യാദ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നോട് പറഞ്ഞേ നമുക്ക് നിങ്ങളുടെ സമയം നഷ്ടം നമ്മുടെ സമയം സംസാരിച്ച് മര്യാദയ്ക്ക് തീർത്ത് അതിന്റെ വാറാക്കിട്ട് നമുക്ക് പോവാം. അയ്യോ ബ്രോ ഇല്ല നമുക്ക് സിറ്റുവേഷൻ ഒന്നിന്ന് കേട്ടിട്ട് പോയാൽ ബ്രോ എവിടെ നമുക്ക് വലിയ താമസം ഒന്നുമില്ല ബ്രോ പയ്യെ പോയാൽ മതി നമുക്ക് വലിയ ധൃതിയൊന്നും ഇല്ല ബ്രോ പോയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ വാറടിക്ക കളിയുണ്ടോ അല്ല ബ്രോ അതല്ല കളിയുണ്ടോ തോക്ക് വെച്ചാണ് നമുക്ക് ഒന്നും കൊള്ളുന്നില്ല അതുകൊണ്ടാ ചോദിച്ചേ നമുക്കൊന്നും കൊള്ളുന്നില്ലല്ലോ റെസ്റ്റോറന്റ് ഇവന്മാരെ തോക്കെടുത്ത് ചന്ദ്രൻ തിരിച്ചിട്ടുണ്ട് വെറുതെ ഓടി ഓടി അല്ല അണ്ണാ ഹലോ കോച്ച് നമ്മൾ ഇനിഷ്യലിനെ തല്ലിയവര് നമ്മൾ ഇനിഷ്യലിനെ തല്ലിയ ടീജെ സീനട്ടോ ബ്രോ ടീജെ സീന് ബ്രോ നിങ്ങളുടെ പ്ലേയേഴ്സ് ഒക്കെ വിഷയോട്ടെ ബ്രോ നിങ്ങളുടെ പ്ലേയേഴ്സ് വിഷയോട്ടാ ഇനിഷ്യല് സീനായേ ബ്രോ ബ്രോ അവിടുന്ന് ആരാ ബ്രോ ആ വൈപ്പ് ചെയ്തേ ബ്രോ
എടാ 28 പേര് വന്ന് 15 ബ്രോ പേര് നിങ്ങൾ സീനെ അല്ലല്ല 15 പേരുണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് നമ്മള് ചത്തവര് ആകെ 8 പേരെ കണ്ടോളൂ. അയ്യോ നിങ്ങള് സീന് ബ്രോ, നമുക്ക് നിങ്ങളുടെ മുട്ടി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സീനെ. ഞാൻ കണ്ടു ബ്രോ, ഞാൻ കണ്ടു. ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ട് ഓ സീനെ ബ്രോ, സീന്. ഓ സീന് നിങ്ങൾ സീനട്ടോ ബ്രോ. ഓ അത് ശരിയാ, നിങ്ങൾ പറയണേലും കാര്യമുണ്ട്. നിങ്ങൾ ഇനിഷ്യലി നമ്മളെ തല്ലിയല്ലേ? ഞാൻ പറഞ്ഞില്ല ബ്രോ, ഇപ്പൊ നമ്മള് 3 പേരേ ഉള്ളൂ. ഇനി ഒരാൾ ഗ്രൂപ്പിൽ അടുത്ത് 2 പേര്. ഓ അയ്യോ ബ്രോ സീന് ബ്രോ നിങ്ങൾ സീന് ബ്രോ. இல்ல ப்ரோ நம்ம லீடர் வந்தா സംസാരിക്കും. നമ്മള് ലീഡർ വന്ന് കേട്ടിട്ട് പോവാം. നമ്മൾക്ക് ഒന്നും ആവശ്യമില്ലല്ലോ. ശിവന്റെ ഒക്കെ സംസാരം കേട്ടതിന് നമ്മളടി കൊണ്ടുപോലെ സത്യം ഇതെന്തിനു അണ്ടി ഇത്? നമ്മളൊക്കെ കോച്ച് നമ്മളൊക്കെ അടി കൊണ്ടതിന് നമ്മള് പോയിട്ട് സിറ്റുവേഷൻ ആ ബ്രോ ഇങ്ങനെ ഇരുന്ന് അവര് പറയണേ കേട്ടിട്ട് വരില്ല. ഇല്ല നമ്മളെല്ലാരും പോയിട്ട് അണ്ണാ അണ്ണാ അന്ന് ഈ മറ്റേ BP പ്രഷർ എന്നൊക്കെ പറയണ അതൊക്കെ ഇന്നത്തെ ഗെയിമിനകത്തുള്ളതാണോ? ഇതിനൊന്നും സ്പോട്ട് ആക്ഷൻ ഇല്ലേ? പോയിന്നാ അവരെ പോയിന്നാ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും പോയി. പിന്നെ എന്നെ ഓണൊക്കെ എന്നെ മാത്രം കിക്ക് ചെയ്തത് പറിക്കാനൊക്കെ എല്ലാ അവന്മാര് പോയി. മൂഞ്ചാൻ എനിക്ക് മാത്രമുള്ള സ്പോട്ട് ആക്ഷൻ അവന്മാര് പോയി. അത് കൊള്ളാം. ആ ബ്രോ എന്താണ് BP പറയണത് ഗെയിമിനകത്തുള്ളതാണോ? അല്ല നിന്റെ ചോദ്യം. എവിടെ കാണാവുന്നത്? അവന്മാർ അവിടെ നിൽക്കുന്നല്ലോ. അല്ലാണ്ട് പോയെന്ന അണ്ണന് കാണത്തില്ല ബ്രോ, അതുകൊണ്ട് അണ്ണന് കാണത്തില്ല. ഇവനും പറഞ്ഞു അല്ല എന്ത് വൾഗാരിറ്റി ബ്രോ. നമ്മള് അല്ല ഇവരുടെ അകത്ത് സിറ്റുവേഷൻ അറിയാവുന്ന ഒരാൾ പോലും ഇല്ല. ഞങ്ങള് സിറ്റുവേഷൻ അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. സിറ്റുവേഷൻ അറിയാവുന്ന ഒരാൾ പോലും ഇല്ല ഇതിനകത്ത്. ഞങ്ങൾ എങ്ങനെ ഡെക്കോർ ഇവിടെ കീപ്പ് ചെയ്യേണ്ടത്? അല്ല എസ്കോടെ ഒരു ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യമില്ലേ, അവരുടെ ആവശ്യമില്ലേ? നിങ്ങൾ എന്നിട്ട് ഇറങ്ങിയിട്ട് അവരോട് പറയുന്ന സിറ്റുവേഷനുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇങ്ങനെയല്ല പറയാൻ പറ്റില്ല. ഞങ്ങൾ ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗർ അയക്കുന്ന 2 ഗ്യാങ്സ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ സിറ്റുവേഷൻ അറിയാവുന്നവരെ കൊണ്ടുവരാൻ. പിന്നെ അവന്മാർ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് 2 ഗ്യാങ് തമ്മിൽ അടിയായിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവര് വരുന്നില്ല. അന്നേരം അവൻ ഓരോന്ന് പുതിയത് ചോദിച്ചോണ്ടിരിക്കുക. അവന് ഷുഗർ BP അതൊക്കെ അറിയണം അവനപ്പം. ഞങ്ങൾ മാറി നിന്നതാ ഇങ്ങോട്ട്. സിറ്റുവേഷൻ അറിയാവുന്ന ആളെ വിളിച്ചോണ്ട് വന്നത് മാറി നിന്നതാ. അനൗൺസ്മെന്റ് ഇട്ട് ബ്രോ നമ്മൾ മാറി നിന്നപ്പോഴാണ് അവൻ ഈ പ്രഷറിന്റെയും ഇതിന്റെയും കാര്യം പറഞ്ഞത്. സംസാരിക്കാം ബ്രോ. ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബ്രോ. വാറടിക്കേണ്ട അവരുടെ ആവശ്യം ബ്രോ, നമ്മുടെ ആവശ്യമില്ല. അതൊന്നും അവരാണ് മീറ്റിംഗ് വിളിച്ചത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളെ ഇത് പറയാം. അവന്റെ തന്തൊക്കെയാണ് BP ഗുളികയും പ്രഷറിന്റെ ഗുളികയും അവന്റെ വായിക്കാത്തോട്ട് വെച്ച് ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയാല്ലേ. അത് ആരാണ്? ഞാൻ കണ്ടിട്ടില്ല. ആര് ടീച്ചിന് പുതിയ റിക്രൂട്ട്മെന്റ് തോന്നുന്നു. എനിക്കറിയത്തില്ല തീട്ടത്തിനൊന്നും. പട്ടിപ്പുണ്ടച്ച് ഇതാര് കേസ് ഇത്? ഇവൻ അവര് വന്നെന്ന് തോന്നാണ്. ബ്രസീലിയൻ പാക്ക കിണ്ടീന്റെ പേര് വിട്ട് വന്നിരിക്കുക കുണ്ണ. 4 പേർക്ക് പറ്റത്തുള്ളൂ. ഞാൻ 2 മിനിറ്റ് നോട്ടെ. അതാണ്ടാ ഇവൻ പോയിട്ടാ. ഇവന്മാരെ സിറ്റുവേഷൻ ഫുള്ളായിട്ട് നമുക്ക് ഊക്കിക്കൊണ്ട് ചോദിച്ചാൽ ആ റേജ് വേജിൽ ഇവന്മാര് വീണോളൂ. ടീച്ചേഴ്സ് ഫുള്ള് ചോദിച്ചിട്ട് വിട്ടാ മതി ഇവന്മാരിന്ന്. ഞാൻ ചോദിക്കുമല്ലോ അവന്മാരെ ഏത് വണ്ടി എങ്ങനെ നിന്നൊക്കെ തല്ലിയാനാ മനസ്സിലായ. പറ അയ്യേ സൗണ്ട് കേൾക്കാൻ വയ്യ ബ്രോ. ഒന്ന് കുറച്ച് വെക്കോ ബ്രോ, കുറച്ച് വെക്കോ. നമ്മള് കേക്കണ്ടേ ബ്രോ? ഒന്ന് കുറച്ച് വെക്കോ. സിറ്റുവേഷനിലെ കേക്കാറുള്ളൂ. ആ പറയാന്നെ കേക്ക് ബ്രോ. അപ്പൊ മുതുക്കി ഇങ്ങോട്ട് വന്നോണ്ടിരുന്നു. അപ്പൊ 2 വണ്ടി തട്ടി. അപ്പം അതിന്റെ അകത്ത് ബ്രോ ഫ്രണ്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ടൊരു ആ നീങ്ങി 2 വണ്ടി നീങ്ങി സൈഡ്. പറ്റിയോ ബ്രോ? ഓ പറ്റി വെച്ച് കാല് കൈ കുറച്ച് പ്രശ്നമുണ്ട്.
എങ്ങനെയുണ്ട് ഇപ്പൊ അപ്പം നിങ്ങളെ സൈഡിൽ നിന്നുള്ള ആൾക്ക് ഒരു സോറി വേണോന്ന് പറഞ്ഞ് അപ്പൊ അത് പറ്റില്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ ഒരു കൊണയായി. അത് പറ്റില്ലാത്തോണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരുന്ന ഇത്രയും തല്ലുകൊണ്ട് വരുമായിരുന്നു. കണ്ടാലും നേരത്തെ കണ്ണും പോയി എന്തൊക്കെ അവസ്ഥയാണ്. പറയട്ടാ എടാ എടാ അവരങ്ങനെയാണോ ഇങ്ങനെയാടാ തോറ്റാലും എടാ അവര് ഒരിക്കലും ചേഞ്ച് ആവാൻ പോണില്ലടാ, അവര് ഒരിക്കലും ചേഞ്ച് ആവാൻ പോണില്ല. നീ അത് നിനക്ക് ബാക്കി കേൾക്കണ്ടേ? നിനക്ക് ബാക്കി കേൾക്കണ്ടേ? ഓക്കെ വണ്ടി തട്ടി അപ്പൊ സോറി പറയാൻ പറഞ്ഞു. അവിടെ വരെ സോറി സോറി പറഞ്ഞില്ല ബ്രോ, സോറി പറഞ്ഞില്ല അപ്പൊ എന്താ പറ്റി? സോറി പറഞ്ഞില്ല. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പം അവിടെ നിന്ന് രണ്ടുപേരും പോയി ലീവായി. അല്ല സോറി പറഞ്ഞില്ല, ലീവായി എന്ന് പറഞ്ഞു. സോറി പറഞ്ഞില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ലീവായി. മനസ്സിലായില്ലേ ബ്രോയ്ക്ക്? അത് കഴിഞ്ഞ് നമ്മള് ഡ്രസ് ഷോപ്പ് വന്നപ്പോ ഓഷനോട് ഡ്രസ് ഷോപ്പ് വന്നപ്പോ അവിടെ ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷൻ ആയി. അല്ല ബ്രോ ലീവായി പോയപ്പോ നേരെ ഫൈറ്റ് ആയോ? അപ്പൊ നിങ്ങൾ സംസാരമില്ല ബ്രോ. ആ വണ്ടി വെച്ച് സംസാരിച്ചെന്ന് പറഞ്ഞു. എന്താ സംസാരിച്ചേ ബ്രോ? അതൊന്നും അറിഞ്ഞ കൊള്ളായിരുന്നു. സോറി വേണമെന്ന് പറഞ്ഞു, സോറി പറ്റൂലെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ എന്തോ കൊണയായി. എന്ത് കൊണേ ബ്രോ? അത് അറിഞ്ഞൂടെ ബ്രോക്ക്? ബ്രോ ഒന്ന് ക്ലിയർ അല്ലേ കേട്ടാ ബ്രോ? എന്നിട്ട് കാറാണ് അത് മൈക്കിന്റെ അകത്ത് കാറാണ് ബ്രോ. മൈക്ക് എന്താ ബ്രോ? മൈക്ക് എന്താ? മൈക്ക് എന്താ? തൊണ്ട 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 ബ്രോ. ഇങ്ങനെയാണോ നീ വേല കേട്ടോണ്ടിരിക്കണം? കേൾക്കാൻ താല്പര്യമില്ല, വായടച്ചിരുന്നു. ബ്രോ കേൾക്കാൻ പറ്റത്തില്ല ബ്രോ. ബ്രോ കേൾക്കാൻ പറ്റത്തില്ല. നമുക്ക് വാറസത്തിന്റെ ആവശ്യമില്ല ബ്രോ. കേൾക്കാൻ പറ്റത്തില്ല വാറസത്തിന്റെ. ചുമ്മാ ഇതാവണം. വെയിറ്റ് ചെയ്യടാ, അവര് പറയട്ടാ. പറ ബ്രോ. പെട്ടെന്ന് ഇറങ്ങി പ്രഷർ ഓ എടാ ശരി, എനിക്കും പെട്ടെന്ന് കൂടുന്നുണ്ട്. എനിക്കും അണ്ണ വേഗം ഇതാക്കണേ. എന്നെ കൊറേ ഫ്യൂരികൾ ഇളകുക. എണ്ണ ഫ്യൂരികൾ ഇളകുകയെ. എങ്ങനെ പറ്റണ ഇങ്ങനെ ജീവിക്കാൻ? രണ്ട് ഗാങ്ങിനോട് കൂടിയിട്ടാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ്. ഇവിടെ രണ്ട് ബ്രോ കേട്ടല്ലോ ബ്രോ, കേട്ടല്ല. നിങ്ങൾ ഇരിക്കുമ്പോ തന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. കേട്ടല്ല. കൊള്ളടാ, സൂപ്പറാ സൂപ്പറാ. ഫസ്റ്റ് കണ്ടി സൂപ്പറാ. നീ മെച്ചേർഡ് കണ്ടി തന്നെ, നീ മെച്ചേർഡ് കണ്ടി തന്നെ. നീ സൂപ്പർ സൂപ്പർ. കേട്ടാ നീ അതിന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതിയേ. ഓ നിന്റെ എന്തൊക്കെയുണ്ട് പറഞ്ഞാ പല എന്തൊക്കെ ഉണ്ടായനെ. ഓ വന്നിരിക്കണവൻ. ഇല്ല ബ്രോ വെയിറ്റ് ചെയ്യണം ബ്രോ. എങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും. ഓ വരുത്തും ബ്രോ. ഓ ഏതല്ലേ നമ്മുടെ എന്താണ് ഇവനൊക്കെ വയ്യ ഇവനൊന്നും. നല്ല സൂപ്പർ കൂടിയിട്ടാണ് മീറ്റിംഗ് തീർത്തിട്ട് പോവാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ്. ഇനി മീറ്റിംഗ് തീർത്തിട്ട് പോവാ. നിങ്ങളോട് പറഞ്ഞില്ലേ ഓൾറെഡി? അവരോട് സംസാരിച്ചല്ലോ ഞാൻ. മീറ്റിംഗ് തീർത്തിട്ട് പോവാ. ലീഡർ കേറത്തില്ല, ലീഡറിന് ബാനാണ്. അയ്യോ അപ്പൊ നമുക്ക് ലീഡർ ഇല്ലല്ലോ.
നിങ്ങൾ മീറ്റിംഗ് തീർക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾ മീറ്റിംഗ് നിങ്ങൾ ലീഡർ കോ ലീഡർ അല്ലാണ്ട് പറ്റോ വീട്ടിലില്ലാതെ ഫസ്റ്റ് വര മുടിയാതല്ലേ നീല ഒന്ന് ഇങ്ങോട്ട് വാതിയില്ല ബ്രോ ഒരു മിനിറ്റ് ഒരാളും കൂടി വന്നോട്ടെ ബ്രോ നമുക്ക് 4 പേര് കയറ്റി എടാ നീലനോട് ഒന്ന് വരാൻ പറയടാ അല്ലെ കണ്ണാപ്പിനോട് വന്നാ പറയാ നീലനോട് അല്ലെ കണ്ണാപ്പിനോട് ഒന്ന് വരാൻ പറയടാ ആ എനിക്ക് കണ്ണാ ഒന്ന് വേടാ എടാ കണ്ണാപ്പി ഒന്ന് വേടാ ആ ബാന സംസാരിച്ച് അണ്ണനിപ്പോ വരൂ എടാ അണ്ണനിപ്പോ വരൂല്ലടാ പണിയുണ്ടോ ആ ഓക്കെ ചുമ്മാ കണ്ണ ചുമ്മാ അണ്ണനിപ്പോ ഒന്ന് ചുമ്മാ ചോദിച്ചു അവന്മാര് പറയാ ഓ നമ്മള് വരുത്തൂല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് ഓൾറെഡി അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞല്ലോ ഒരാൾ വരണവരെ വെയിറ്റ് ചെയ്യാൻ പിന്നെന്തിനാണ് ഇതിന്റെ ആവശ്യം ഒരു ജിപ്സി അല്ല നിങ്ങളുടെ പ്ലെയർ ആണ് പറഞ്ഞത് വേറെ പണിയുണ്ട് നിങ്ങൾക്ക് പോണം ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് മനസ്സിലായോ പൊക്കോ ബ്രോ എങ്കിൽ പൊക്കോ കുഴപ്പമില്ല പിന്നെ അവര് പൊക്കോട്ടെ അല്ല നിങ്ങൾ പൊക്കോ ബ്രോ സേവിയറെ ഓൾറെഡി അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞല്ലോ ഒരാൾ വരണം വെയിറ്റ് ചെയ്യണമെന്ന് അവര് സംസാരം കേൾക്കാൻ താല്പര്യം നോക്കാം എന്താ ബ്രോ ഇങ്ങനെ സംസാരിക്കണേ തോത്തിട്ട് സംസാരിക്കും ബ്രോ വെറുതെ വിട് ബ്രോ ഒരാൾ വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യ ബ്രോ എന്താ ബ്രോ ഒന്ന് വെയിറ്റ് ചെയ്യ ഡസ്റ്റർ ഒന്ന് മാറ കണ്ണാപ്പി ഒന്ന് വരട്ടെ അല്ലെ അത് മാറ്റണം ഉറക്കല്ലേ ഇല്ല നമുക്ക് മര്യാദ ഇത് മൈക്ക് ക്യാമറ മൈക്കിൽ സംസാരിക്കുകയാടാ കണ്ണണ്ണ എത്തിയോ കണ്ണണ്ണ കുറച്ചുകൂടെ മാറി സംസാരിക്കും അമ്മ എത്തിക്കേട്ടൊന്നും വേണ്ട എടാ ടീവേ കോച്ച് ഒന്ന് കൊണക്കണ്ട ഇവന്മാര് ആ മീറ്റിംഗ് അവന്മാര് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഫുൾ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം അതിലെ ഇവന്മാര് ഇതായി പോകും മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് എന്നിട്ട് നീ അങ്ങനെ ചോദിക്കും അതിന്റെ കൂടെ കണ്ണൻ പേര് പിടിച്ചോളാൻ എടാ കണ്ണ ഇവന്മാരെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത് ഫുള്ള് ഡീറ്റെയിൽസോടെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ കണ്ണ അതാണ് വെച്ചാണ് അണ്ടിക്ക് പിടിച്ച ഗജേന്ദ്രൻ തൃശൂർ അന്തരിച്ചു. ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ഇനി 2 മിനിറ്റ് വെയിറ്റ് ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്താ അല്ല 2 മിനിറ്റ് 5 പേര് വരാൻ മീറ്റിംഗ് ഏരിയയിൽ ഓൾറെഡി 4 പേർക്ക് പറ്റും. കേട്ടില്ല കളിക്കണമെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും ബ്രോ കളിക്കണമെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ഇല്ല പൊക്കോ ബ്രോ പൊക്കോ ബ്രോ അല്ല പൊക്കോ അല്ല നമ്മുടെ ആവശ്യമല്ല ഫാർ കളിക്കണമെന്ന് നിന്നേക്കാണ് അടിച്ച് തൂറ്റിച്ചിട്ടത് നിനക്ക് കളിക്കണമെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും മാനുവായിട്ടില്ല പറഞ്ഞു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം മോനെ ബ്രോ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ബ്രോ നമ്മൾ ഇത്രയും സംസാരിച്ചിരിക്കല്ലോ ഒന്ന് കൂളാവട്ടെ ബ്രോ ഒന്ന് കൂളാവട്ടെ ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചില്ലാവട്ടെ ബ്രോ പേരെന്താ ബ്രോയുടെ പേരെന്താ എന്താ ബ്രോ ബ്രോ ലീഡറാണോ കോ ലീഡറാണോ അല്ല ബ്രോ അല്ല കോ ലീഡർ വരുമോ കോലീഡറോ ഇല്ല ബ്രോ കോലീഡർ അടിച്ച് കൈ കഴിച്ച് അവിടെ ഇരിക്കും ബ്രോ കൈ മടുത്ത് അടിച്ചടിച്ച് മടുത്ത് കോലീഡർ ലീഡർ ഇല്ലാത്തോണ്ടാണ് പോണത് എനിക്ക് മനസ്സിലാവില്ല സിസ്റ്റം മനസ്സിലാവില്ല അല്ല നമുക്ക് ഇവിടെ ഇരിക്കാൻ കണ്ണാപ്പി അവര് വേണി വരട്ടെ ഞാൻ ഇവിടെ ആൾക്കാർ നമുക്ക് ഇവിടെ ഇരിക്കാം അവര് വേണേ ഇങ്ങോട്ട് വരട്ടെ നമ്മുടെ ആവശ്യമൊന്നുമില്ല അതിനല്ല ഇപ്പൊ അളിഞ്ഞ് തൂറി മെഴുകി വീണ്ടും ബ്രോ വാറ കളിക്കാന്ന് പറഞ്ഞ വീണ്ടും വരുവേ ഇപ്പൊ കണ്ടോടെ വെയിറ്റ് ചെയ്യേ അളിഞ്ഞ് തൂറി വരുവേ അളിഞ്ഞ് തൂറി ഇപ്പൊ വീണ്ടും നടന്നു വരുവേ
ഹലോ ആ 2 മിനിറ്റ് ടൈം തരും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരാ വരാനുള്ളതെന്ന് വെച്ചാൽ കണ്ടിന്യൂ ഇല്ല കണ്ണാപ്പി വന്നു ബ്രോ നമ്മള് പറഞ്ഞു വന്നു. ഒരു മിനിറ്റ് അതല്ല നിങ്ങൾ വന്ന അല്ല ഒരു മിനിറ്റ് കണ്ണാപ്പി വന്ന സമയത്ത് നിങ്ങളല്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴല്ലേ അവര് ചോദിച്ചത്. ബ്രോ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നതാണ്. നമ്മള് തമ്മിൽ അങ്ങോട്ട് ഒരു വലിയ പ്രശ്നം സംസാരമായിട്ടിരിക്കുമല്ലേ ബ്രോ? ഒന്ന് കൂളാവാൻ വേണ്ടി പറഞ്ഞല്ലേ ബ്രോ? വീണ്ടും സംസാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ബ്രോ. അതെ അവര് പറയുന്നുണ്ട് നമുക്ക് 5 മിനിറ്റ് 5 മിനിറ്റ് 2 മിനിറ്റ് ബ്രോ എന്താ കൂട്ടി പറയണത്? അല്ല അവര് പറഞ്ഞതാ, അഡ്മിൻ പറഞ്ഞതാ. എങ്കിൽ സിറ്റുവേഷൻ പറ്റത്തില്ല. ഇനി അധികം നേരം മീറ്റിംഗ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ സംസാരിച്ച് ഇതാക്കിക്കോട്ടെ. ഓക്കെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസ് സൈഡ് ഇതാക്കും. ബ്രോ വണ്ടി തട്ടി സോറി പറഞ്ഞില്ല. അവിടെ തൊട്ട് തുടങ്ങാം ബ്രോ. അവിടെ തൊട്ട് തുടങ്ങിയാ ബ്രോ. സോറി അവന് സോറി വേണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് പിറ്റ് ചെയ്താണ് അവന്. ഞാൻ സോറി പറയേണ്ട ആവശ്യം ബ്രോ. വലത്തെ സൈഡിൽ കൂടിയാണ് ഓടിച്ചത് ഇടത്തെ സൈഡിൽ? ഇല്ല ഞാൻ നടുക്കൂടെയാണ് ഓടിച്ചത്. അതിപ്പോ ബ്രോന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല. എന്തുകൊണ്ട് സോറി? അവന് നടുക്കൂടായിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഒക്കെ നിങ്ങളാണ് ഇവിടെ സ്വന്തം ഭരണം അല്ല OTP ഒക്കെ. അതുകൊണ്ട് ബ്രോക്ക് ഈഗോ അടിച്ചിട്ടാണ് സോറി പറയേണ്ടിരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എടാ നിങ്ങളും നടുക്കൂടായിരുന്നു നമ്മളും നടുക്കൂടായിരുന്നു. മനസ്സിലായി? അങ്ങനെ അപ്പൊ ഇടിച്ച് നിങ്ങൾ തമ്മിൽ ഇടിച്ച് ബ്രോ കൊല്ലം പറ്റിയോ? എന്തെങ്കിലും പറ്റിയായിരുന്നോ? ആശുപത്രി കൊണ്ടുപോകണം ഇപ്പം പോണോ? ഇല്ല കൊണ്ടുപോകണം. അല്ല ഹെലികോപ്റ്റർ ഉണ്ട് പെട്ടെന്ന് എത്തിക്കാം. ഓക്കെ ഇടിച്ചു. അപ്പൊ സോറി പറയാൻ പറഞ്ഞപ്പോ ബ്രോ പറഞ്ഞില്ല. എന്താ വണ്ടി ഇടിച്ചതിന് സോറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ? ഇങ്ങോട്ട് പിറ്റ് ചെയ്തല്ലേ ബ്രോ. അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനാ അത് ചെയ്യരുത് ബ്രോ. സോറി ഒന്നും ജീവിതത്തിൽ പറയില്ല. ബാക്കി അവ സോറി പറഞ്ഞില്ല. ഓക്കെ ഓക്കെ സോറി പറഞ്ഞില്ല. പിന്നെ ഭയങ്കര സംസാരം. എന്താ സംസാരമായി അതൊന്ന് കേട്ടാ? നിങ്ങളെ കൂട്ടുകാര് അല്ല ബ്രോ നമുക്ക് കേൾക്കണം ബ്രോ. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം ബ്രോ. എക്സ്പ്ലെയിൻ ചെയ്യണം. അതെ ബ്രോ നിങ്ങളെ കൂടെ ഉള്ളവനാണ് കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്താ ബ്രോ സംസാരിച്ചേ? ബ്രോക്ക് അറിഞ്ഞൂടെ? ഓർമ്മ പോയി? ബ്രോനോടല്ലേ സംസാരിച്ച? അപ്പൊ ബ്രോ ഒന്ന് കേൾക്കണം. ബ്രോ എന്താ സംസാരിച്ച അത് പറ. അവൻ പറഞ്ഞത് എവിടെ? നീ എന്താ സംസാരിച്ച അത് പറ. എടാ അതല്ലടാ നിന്നെ ട്രിഗർ ആക്കിന്നല്ലേടാ പറഞ്ഞത്. അപ്പൊ നീ എന്താ പറഞ്ഞേന്ന്? എടാ അതല്ലേടാ ഞാൻ പറയുന്നത്. നീ എന്തുവാടാ നീ? എടാ അപ്പൊ നിന്നെ ഒന്നും പറഞ്ഞില്ലേ? കേൾക്കാത്തോണ്ടാടാ നീ. ഒന്നുമില്ല നീ ഓക്കെയാണ് ഒന്നുകൂടെ പറ. അതാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാം. നീ ഓക്കെയാണ് പറഞ്ഞു. പിന്നെ അവനെന്താ നിന്നെ ഒന്ന് കൊഞ്ചലും കുത്തിയാ? എടാ ഇവൻ എടാ എന്താ പറഞ്ഞെന്ന് നിനക്ക് അറിഞ്ഞൂടാ? ഈ പൊട്ടന്മാരെ പോലെ കേൾക്കാവോ? ഈ അഭിനയിക്കല്ലേ? ഒരു കാര്യം പറയട്ടെ. പറയാൻ പറ്റൂല. അങ്ങനെ നമ്മൾ സംസാരം എന്ന് പറയില്ല. അത് എന്താ സംസാരിച്ചെന്ന് അടിയായി. ഇപ്പൊ ഞാൻ എന്താ കൊണക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ കൊണച്ചു. എന്താ സംസാരിച്ചേ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അടിച്ചു. ബ്രോ ഈ പുള്ളിക്ക് സിറ്റുവേഷൻ അറിഞ്ഞൂടാ. ബ്രോക്ക് അറിയാം മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അവൻ പറഞ്ഞു നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ തിരിച്ചടിച്ചു. അടിക്കൂന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടി അടിച്ചു. അടിക്കൂന്ന് പറഞ്ഞു. സോറി പറഞ്ഞില്ല. അടിക്കൂന്ന് പറഞ്ഞ് തിരിച്ചടിച്ചു. അല്ല ജിപ്സി ബ്രോ ആ സിറ്റുവേഷൻ ഉണ്ടായി? അല്ല ജിപ്സി ബ്രോ സിറ്റുവേഷൻ ഉണ്ടായോ? ഞാൻ മനുഷ്യന്മാരടിക്കും. നീ മാറി. അല്ല ജിപ്സി ബ്രോ സിറ്റുവേഷൻ ഉണ്ടായോന്ന്? ജിപ്സി ബ്രോ സിറ്റുവേഷൻ ഉണ്ടായോന്ന്? പിന്നെ ബ്രോക്ക് എങ്ങനെ അറിയാം അടിക്കുന്നൊക്കെ പറഞ്ഞത്? ബ്രോ പിന്നെ ക്വാളിറ്റി ആയിട്ട് ഇവിടെ വേറെ ഒന്നിനല്ല ഇവിടെ നിൽക്കുന്നത്. വേറെ എന്തിനാ ബ്രോ പിന്നെ അറിയുന്ന ആൾക്കാരാണ്. അല്ല ബ്രോ അത് കഴിഞ്ഞ് ബാക്കി പറഞ്ഞില്ല ബ്രോ. ബാക്കി അല്ല എങ്ങനെ ബ്രോ? അപ്പൊ തന്നെ അടിച്ചോ? ആ സംസാരം ഇപ്പൊ തന്നെ അടിച്ചോ? ഡ്രസ് ഷോപ്പിന്റെ അവിടെ വീണ്ടും എവിടെ വെച്ചാ ബ്രോ? ഡ്രസ് ഷോപ്പിന്റെ അവിടെ വീണ്ടും ഡ്രസ് ഷോപ്പിന്റെ സൈഡിൽ ആരുമായിട്ട് കൊണയെന്ന് പറഞ്ഞു ബ്രോ. നമ്മക്കറിഞ്ഞത് ഏവന്റെ അല്ല ബ്രോ ആരുമായിട്ടാ. അല്ല എന്നാലും കൊണയായിട്ട് ഒരാളെ കാണുമല്ലോ. അല്ല ബ്രോ നമ്മളറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോ ഡെസ്ട്രോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാ വണ്ടി ഇട്ടതിന്റെ പിന്നെ ഡെസ്ട്രോ
നമുക്കല്ല നമ്മുടെ ആവശ്യമില്ല, നിങ്ങളാണ് പറയണ. ബ്രോ കോലീഡർ ഇതൊന്നും അറിഞ്ഞൂടെ? അല്ല ബ്രോ, നമ്മളിവിടെ നിന്നാ മതി, നിങ്ങളല്ലേ ബ്രോ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? നിങ്ങൾ ഇതെന്താ മനസ്സിലാക്കാത്തെ? അല്ല ബ്രോ, ടെസ്ട്രോ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാ അവിടെ സംസാരം സിറ്റി സുനാമി വന്ന് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സിറ്റി സുനാമി വന്ന് പോയി, അവിടെ സിറ്റുവേഷൻ ഒന്നും ആയില്ല, അടിയോ ആയില്ല, ഒന്നും ആയില്ല. അത് കഴിഞ്ഞ് എന്ത് വരുന്നു? അത് കഴിഞ്ഞ് ബാക്കി ബ്രോ അത് കഴിഞ്ഞ് തന്നെ പറഞ്ഞ ഈ ഡ്രസ് ഷോപ്പിൽ വെച്ച് നിങ്ങളെ കൂടെ ആരെന്ന് നമുക്ക് ഏത് ഡ്രസ് ഷോപ്പിലാ ബ്രോ? ഏത് ഡ്രസ് ഷോപ്പിലാ ബ്രോ? ഏത് മറ്റേ പലേറ്റോളാണോ? പിന്നെ എവിടെ വെച്ചായിരുന്നു? ഏത് ഭാഗത്തായിരുന്നു? ഫ്രണ്ടിലോ ബാക്കിലോ? നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നു, ബാക്കിലും തന്നു. അങ്ങനെയല്ല ബ്രോ, എന്താ ബ്രോ ഇങ്ങനെ ബ്രോ ഇങ്ങനെ പറയല്ലേ ബ്രോ? ബ്രോ ഇങ്ങനെ പറയല്ലേ? സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യല്ലേ ബ്രോ? മാന്യമായിട്ടല്ലേ ബ്രോ ഇവിടെ സംസാരിക്കണേ? മാന്യമായിട്ടല്ലേ? അല്ല ബ്രോ, ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ട് സൈഡ് ആയിരുന്നോ ബാക്ക് സൈഡ് ആയിരുന്നോ ബ്രോ? നിങ്ങള് ഫ്രണ്ട് സൈഡിലായിരുന്നോ? പാതി പേര് ഫ്രണ്ട് വന്ന് പാതി പേര് ബാക്ക് വന്നു. രണ്ട് ഇത് ലോക്ക് അടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ വല്ല കൈവക്കിയിരിക്കണം എന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? കൈവക്കിയിരിക്കണം അങ്ങനെ നാളെ വാറ് വിളിക്കും. അപ്പം നമ്മള് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ. ഓക്കെ, എന്താണ് നാളെ വാറ് വിളിക്കും. സമയം അത് പറയിക്കാം, അറിയിക്കാം. എങ്കിൽ നീ അറിയിച്ചാൽ മതി കേട്ടോ, നമുക്ക് അവനെ അറിയിച്ചോളൂ. നമ്മുടെ സൗകര്യം നോക്കി നമ്മൾ തിരിച്ചറിയിക്കാം. നമ്മുടെ സൗകര്യം നോക്കി നമ്മൾ അറിയിക്കാം കേട്ടോ. നമ്മുടെ സൗകര്യം നോക്കി നമ്മൾ അല്ല, നമ്മുടെ സൗകര്യം നോക്കി നമുക്കും പറഞ്ഞാ പോരെ മണ്ടൻ. അല്ല സമയം, അവൻ സമയം നോക്കി അവൻ അറിയിക്കാന്ന്. കൺഫേം ആക്കിയിട്ട് പോണോ? അല്ല പുള്ളി അറിയിക്കാന്ന് പറയുന്നുണ്ട്, അവരെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. കേട്ടിട്ട് പോ. അവനല്ലേ അറിയിക്കാന്ന് പറഞ്ഞത്. അറിയിക്കുന്ന സമയം കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ 11 മണിയാ ബ്രോ. പറ്റത്തില്ലല്ലോ 11 മണി. 11 മണി നമുക്ക് എണ്ണ എത്ര എണ്ണ? 10:65 സമയമാണോ? 10:59 ഓക്കെയാണ് നിങ്ങൾക്ക്? 10:59 ഒരു സമയം പറയും. 10:59 ഓക്കെയാണോ? ടൈം തെറ്റല്ലേ ബ്രോ? സീനാവേ 59. ഓക്കെ ഓക്കെ ഓക്കെ, ചന്തി അറിയതല്ലേ? പോയി ഒട്ടിച്ചിട്ട് 9 നിങ്ങളൊക്കെ അടിക്കണം. നമ്മുടെ വണ്ടി അവിടെ, ഹെലികോപ്റ്റർ ഇവിടെ നമ്മുടെ അപ്പുറത്തേക്ക് എനിക്കൊക്കെ കൊറേ നാൾക്ക് ശേഷം ഇന്നൊന്ന് കൊണച്ചളിയാ. അയ്യോ, എനിക്കൊക്കെ സമാധാനം. എന്റെ നാട്ടിൽ